നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുകയും നീ നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അടിയങ്ങളുടെ രക്ഷയായി തീർന്ന ഞങ്ങളുടെ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി കുന്നംകുളം ബ്രാഞ്ചിൻ്റെ 52ാമത് ആനുവൽ മീറ്റിങ്ങിൽ അടിയങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം സുവിശേഷ ദൗത്യത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് കണ്ണികളായി തീരുവാൻ ഇടയാക്കിയതിൻ്റെ ഒരു സ്തോത്ര ശുശ്രൂഷയായിട്ട് കൂടി വരുവാനും എല്ലാം ദൈവം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്താലാണല്ലോ ദൈവമേ അടിയങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നത്. ഈ പകലിൽ അവിടുത്തെ വചനത്താൽ അടിയങ്ങളെ ധന്യരാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ദാസനിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിയുവാൻ ഇടയായി. ദൈവമേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവമടിയങ്ങളെ നടത്തിയ നന്മകൾക്ക് നന്ദി പറയുമ്പോൾ കർത്താവെ, ഈ ദേശത്ത് നിന്ന് 700-ൽ പരം ആളുകളെ ഈ സുവിശേഷ ദൗത്യത്തിൽ ഒരു കണ്ണിയാക്കുവാൻ ഈ കുന്നംകുളം ബ്രാഞ്ചിൻ്റെ പ്രവർത്തകരിലൂടെ ദൈവം ഇടയാക്കിയല്ലോ. അത് മഹത്തായ സുവിശേഷ വേലയാണല്ലോ കർത്താവെ. ചെറുതും വലുതുമായ സംഭാവനകൾ 30 രൂപ മുതലുള്ള സംഭാവനകൾ നൽകി കർത്താവെ 2,80,000 രൂപ ഈ ദേശത്ത് സമാഹരിക്കുവാൻ ദൈവം നിൻ്റെ മക്കളെ സഹായിച്ചു. അതിൻ്റെ പിന്നിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിലുള്ള പ്രാർത്ഥനകൾ, അധ്വാനങ്ങൾ എല്ലാത്തിനും ദൈവം പ്രതിഫലം നൽകണമേ. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെതാക്കണമേ. അങ്ങയുടെ ഹിതമാണ് എങ്കിൽ കുന്തംകുളം ബ്രാഞ്ചിൻ്റെ കർത്താവ് മറ്റൊരു ശാഖയും കൂടെ, ബൈബിൾ സൊസൈറ്റി ഒരു പുതിയ ബ്രാഞ്ചും കൂടെ ഈ വർഷത്തിൽ രൂപപ്പെടുവാനായിട്ടുള്ള സാധ്യതയും ദൈവം ഒരുക്കുന്നതോർത്ത് സ്തോത്രം. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയതോ നീ കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ സർവശക്തനായ യേശു മിശിഹായുടെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പുതിയ വർഷവും കൂടി സ്വർഗത്തിലെ ദൈവം കുന്നംകുളം ബ്രാഞ്ചായി ബൈബിൾ സൊസൈറ്റി ആയിട്ട് നമുക്ക് നൽകിയല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സുവിശേഷ വേലയുടെ മുഖത്ത് പിന്നിടുവാനായിട്ട് ഇടയായപ്പോൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ റിപ്പോർട്ട് ബുക്ക് മറ്റുള്ള റിപ്പോർട്ട് ബുക്കിൽ നിന്നൊക്കെയും വളരെ വ്യത്യസ്തമാണ്. അതിൽ ഓരോ യൂണിറ്റിൻ്റെയും ഓരോ ആളുകളും സമാഹരിച്ച ചെറുതും വലുതുമായ സംഭാവനകൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഇന്ന് ആ റിപ്പോർട്ട് ബുക്കിൻ്റെ പേജുകളിലൂടെ മറിച്ചു നോക്കിയപ്പോഴും ഈവൻ 30 രൂപ മുതൽ 30, 50, 100, 250, 300 അങ്ങനെ തുടങ്ങി 1000-ങ്ങളും 5000-ങ്ങളും അടക്കമുള്ള തുകകളുടെ ലിസ്റ്റ് ആ റിപ്പോർട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. എത്ര സൂക്ഷ്മതയോടുകൂടി, എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവവചനത്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ ചെറിയ തുകയും അത് വലിപ്പത്തിലോ അതിൻ്റെ ഏറ്റക്കുറിച്ചിലോ അല്ല. 2 കാശിട്ട വിധവയെ ദൈവം മാനിച്ച് ഇവളെല്ലാവരെ കഴിഞ്ഞും അധികമിട്ട് എന്ന് പറഞ്ഞ് മാനിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ സമാഹരണവും അത് ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ദൈവം പ്രതിഫലം നൽകും എന്ന് ഈ അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അറിയിക്കട്ടെ. ഈ 52ാമത് ആനുവൽ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട CSI സഭയുടെ ഇടവക വികാരിയും നമ്മുടെ ബ്രാഞ്ചിൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള റവറൻ KC മാത്യു അച്ഛൻ, എൻ്റെ ഒരു കുടുംബ സുഹൃത്തും കൂടെ, എൻ്റെ മാതാപിതാക്കളുമൊക്കെ ആയിട്ടും വളരെ സ്നേഹബന്ധത്തിലുള്ള ആ ഒരു അച്ഛനും കൊച്ചമ്മയും, അച്ഛൻ്റെ സ്നേഹത്തിനും കരുതലിനും വാത്സല്യത്തിനും പ്രത്യേകിച്ച് അച്ഛനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക സന്ദേശവും നമുക്ക് ശ്രവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് സ്നേഹമുള്ള അച്ഛനും അതുപോലെ തന്നെ സ്നേഹമുള്ള സുനു കോശി അച്ഛൻ മർത്തോമാ സഭയുടെ ഇടവക വികാരിയാണ്. അച്ഛനെയും കടന്നു വന്ന് ഒരുമിച്ച് പാസ്റ്റേഴ്സിനെയൊക്കെ കാണുവാനായിട്ട് ഞങ്ങൾക്കിടയായി. വളരെ ശുശ്രൂഷകളുടെ തിരക്കുണ്ടെങ്കിലും അച്ഛനും ഇവിടെ കടന്നു വന്ന് ഈ വേദി അനുഗ്രഹമാക്കി തീർക്കുന്നു. പാസ്റ്റേഴ്സായിട്ട് അനേക ആളുകൾ ഉണ്ട്. ആരൊക്കെയാണ് വന്നതെന്ന് അറിയത്തില്ല. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ. പാസ്റ്റർ മാത്രമേ ഉള്ളൂ? വേറെ പാസ്റ്റേഴ്സ് ഉണ്ടോ? പാസ്റ്റേഴ്സ് വേറെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ. സോറി. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. പാസ്റ്ററും ഉണ്ട്. ഓക്കെ.
എല്ലാവരും പേരറിയാൻ മേലാത്തതുകൊണ്ടാണ്, ക്ഷമിക്കണം. എങ്കിലും നിങ്ങളുടെയൊക്കെ സമയം മാറ്റിവെച്ച് ഒരുപക്ഷെ പല ശുശ്രൂഷകളുള്ള ദിവസമായിരിക്കാം. അതിനൊക്കെ ശേഷം ഓടിയെത്തുവാനായിട്ട് ഇടയായ എല്ലാ പാസ്റ്റേഴ്സിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കൊച്ചമ്മമാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മർത്തോമ സഭയുടെ ഇവാഞ്ചലിസ്റ്റ് മോൻസി സാറാ, ഓക്കെ, ഞാൻ പാസ്റ്റർ മോൻസി സാറിനായിട്ട് സ്തോത്രം ചെയ്യുന്നത് ഞങ്ങൾ വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് വളരെ ദീർഘവർഷങ്ങളായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന ജോസ് ഫ്രാൻസിസ് സാറും സ്നേഹമുള്ള ആൻറ്റിയും മോനും അവർ കുടുംബമായിട്ട് ഒരു കുടുംബമായി ശുശ്രൂഷയുടെ ഭാഗമാണ്. എല്ലാ മീറ്റിങ്ങുകൾക്കും ഒരു കുടുംബമായിട്ട് വന്ന് നേതൃത്വം നൽകുന്നുണ്ട്. ജോസ് ഫ്രാൻസിസ് സാറിനെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഷാബു സാറ്, അതുപോലെ ട്രഷറായിട്ട് സേവനം ചെയ്യുന്ന ഡോക്ടർ ലാവ്സൺ സാറ്, നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. മേരി ജോൺസിൻ്റെ നേതൃത്വം നൽകുന്ന സുസി ആൻറ്റി, അതുപോലെ തന്നെ യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മിസ്സസ് അനു വർഗീസ്, ബൈബിൾ സൊസൈറ്റിയുടെ മാർക്കറ്റിംഗ് ഓഫീസറായിട്ടുള്ള എൽസൺ പോള്, അതുപോലെ ബ്രിജിത്ത്, ഞങ്ങൾ ഒരുമിച്ചാണ് കടന്നു വന്നത്. അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ അംഗങ്ങൾ. കുന്നംകുളം ബ്രാഞ്ചിൻ്റെ ആനുവൽ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ ഒരു പ്രിൻ്റഡ് രൂപത്തിൽ കൊണ്ടുവന്ന് പാട്ടുകൾ പാടുന്ന ഒരു രീതി ഈ ബ്രാഞ്ചിന് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഓർത്തും പ്രാക്ടീസൊക്കെ ചെയ്ത് പാടാൻ, പുതിയ പാട്ടുകളൊക്കെ പാടാൻ ഇടയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഈ ബ്രാഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, ഞാനൊരു വചന ശുശ്രൂഷയ്ക്ക് ദീർഘമായിട്ട് എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ വന്നപ്പം ബൈബിൾ സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്ത കൂടുതൽ കാര്യങ്ങൾ പറയണമല്ലോ. അതുകൊണ്ട് സ്നേഹമുള്ള അച്ഛൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി. ഞാനതുകൊണ്ട് ആ തലത്തിലേക്ക് പോകുന്നില്ല, മറിച്ച് ഞാൻ വന്നപ്പം ബൈബിൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ പറഞ്ഞ് വേഗത്തിൽ തന്നെ ഇരുന്നു കൊള്ളാം എന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കുന്നംകുളം ബ്രാഞ്ച് വളരെ മുൻപന്തിയിലാണ്. എല്ലാ ബ്രാഞ്ചുകളും അപ്രകാരമുള്ള ഒരു പ്രവർത്തനങ്ങൾ പലപ്പോഴും ചെയ്യാറില്ല. ഓരോ ബ്രാഞ്ചിനും ഓരോ രീതികളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിഭവ സമാഹരണം മാത്രമല്ല, മറ്റനേക പ്രോഗ്രാമുകൾ, ബൈബിൾ ക്വിസ് പ്രോഗ്രാമുകൾ, യൂത്തിൻ്റെ മന്ത്ലിയുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള പല പരിപാടികൾ നടത്തുന്ന ഒരു ബ്രാഞ്ചാണ്. അതിൽ തന്നെ ദൈവത്തിൻ്റെ വചനം എല്ലാവരെയും പേഴ്സണലി റീച്ച് ചെയ്യാൻ പേഴ്സണൽ ഇവാഞ്ചലിസം ഇവിടെ വളരെയധികം ഉണ്ട്. ഒരു കൂട്ടം അമ്മച്ചിമാർ, അതുപോലെ തന്നെ ലേഡീസ് പ്രവർത്തകർ, അതുപോലെ മെൻസിൻ്റെ പ്രവർത്തകരൊക്കെ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. അതും വലിയൊരു ശ്രമകരമായ ദൗത്യമാണ്. അതിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ രൂപാന്തരം ലഭിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റെല്ലാവരെയും ഞാനൊരു പക്ഷേ ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സ്നേഹമുള്ള ബിബിൻ സാറ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ അകത്ത് കണ്ടില്ല. അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും, ഓരോ പ്രവർത്തകരെയും, ഓരോ സഭകളെയും ഇവിടെ റിപ്പോർട്ടിൽ അവതരിപ്പിച്ച് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിച്ചാൽ ഞാൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ബൈബിൾ സൊസൈറ്റിക്ക് 155 ബ്രാഞ്ചാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നപ്പം ജോസ് ഫ്രാൻസിസ് സാറിൻ്റെ നേതൃത്വത്തിൽ പല അച്ഛന്മാരെയും പാസ്റ്റേഴ്സിനെയും ഒക്കെ വിസിറ്റ് ചെയ്തു, പല ലീഡേഴ്സിനെ കണ്ടു. പുതിയ ഒരു ബ്രാഞ്ചും കൂടെ രൂപീകരിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഒരു വിഷൻ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ശ്രമം കൂടെ നടത്തി. ഒരു പക്ഷേയെങ്കിൽ താമസിക്കാതെ തന്നെ നമുക്ക് ഈ ദേശത്ത് ഒരു പുതിയ ബ്രാഞ്ച് ബൈബിൾ സൊസൈറ്റിക്ക് രൂപപ്പെടുവാനായിട്ട് കുന്നംകുളം ബ്രാഞ്ചിൻ്റെ ഒരു ഔട്ട്കമായിട്ട് അത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഓർക്കുമ്പം ബൈബിൾ സൊസൈറ്റിയിലെ കോതമംഗലം ബ്രാഞ്ച്, എൽസനൊക്കെ ഉള്ള ബ്രാഞ്ചാണ് കോതമംഗലം ബ്രാഞ്ച്. കോതമംഗലം ബ്രാഞ്ച് അവരുടെ ശ്രമഫലമായിട്ട് അടിമാലിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി. അത് അടിമാലി ബ്രാഞ്ച് 7 വർഷമായപ്പം വീണ്ടും അവരുടെയും കൂടെ ശ്രമഫലമായിട്ട് മൂന്നാറ്റിലേക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങി. അപ്പം കുന്നംകുളം ബ്രാഞ്ച് ഇങ്ങനെ വിശാലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പം അതിൻ്റെ മറ്റൊരു സ്ഥലത്ത് ഒരു പുതിയ ബ്രാഞ്ചും കൂടെ തുടക്കം കുറിക്കും. അത്രയും ആളുകളെയും കൂടെ ഈ സുവിശേഷ ദൗത്യത്തിൽ നമ്മൾ പങ്കാളികളാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ വേദപുസ്തക സമൂഹവുമായിട്ട് റീസെൻ്റ് ആയുള്ള അപ്ഡേറ്റ്സുകൾ പറഞ്ഞ് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുവാനും, വായിച്ചു കേട്ട വേദവാക്യത്തിൽ നിന്ന് ഞാൻ മറ്റൊരു പാസേജാണ് എടുത്തത്, എന്നാൽ അതിലേക്ക് ഒന്നും വചന സൃഷ്ടി പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമ്മൾ വായിച്ചു കേട്ട വേദവാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് വേദപുസ്തക സമൂഹത്തിൻ്റെ സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ എക്യുമെനിക്കൽ മിഷൻ ഏജൻസിയാണ് ബൈബിൾ സൊസൈറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
കാരണം ഇതുപോലെ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സഭകളും ഒരേ കുടക്കീഴിൽ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ രൂപീകരണം അങ്ങനെയായിരുന്നു. 1804 മാർച്ച് മാസം 7-ാം തീയതി ബൈബിൾ സൊസൈറ്റി രൂപം കൊണ്ടത്. അന്ന് 300-ൽ പരം സഭാപിതാക്കന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയ ആ സ്ഥലത്ത് മേരി ജോൺസിന്റെ പ്രചോദനം, അതൊക്കെ നമുക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അന്ന് മേരി ജോൺസ് എന്ന് പറയുന്ന പിഞ്ചു ബാലിക 6 വർഷം അധ്വാനിച്ചൊരു ബൈബിള് കരസ്ഥമാക്കാൻ 40 കിലോമീറ്റർ നടന്ന സംഭവ ചരിത്രം റവറൻ തോമസ് ചാൾസ് പങ്കുവച്ചപ്പം അവരൊരുമിച്ച് എടുത്ത തീരുമാനമാണ് വെയിൽസിലേക്ക് 10,000 ബൈബിൾ ഉടനെ പ്രിന്റ് ചെയ്യണം. ഇതൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. ലൈവും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് ചൂടെ അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പെട്ടെന്നത് പറഞ്ഞു വിടുകയാണ്. അപ്പം ഈ പെൺകുട്ടിയുടെ 6 വർഷത്തെ അധ്വാനമാണ് ഒരു ബൈബിള് കരസ്ഥമാക്കിയത് സ്വന്തം ഭാഷയിൽ. അത് 300-ൽ പരം ആളുകൾ കൂടി ഇരുന്ന സദസ്സിൽ പങ്കുവച്ചപ്പം അവരുടനെ തന്നെ വെയിൽസിന്റെ ഭാഷയിലേക്ക് 10,000 ബൈബിൾ പ്രിന്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. നമുക്കൊക്കെ അറിയാം അത്. അപ്പം അങ്ങനെ ഡിസ്കഷൻസ് പുരോഗമിച്ച അവസരത്തിൽ അതിലൊരു സഭാപിതാവ് ഇപ്രകാരം ഒരു ചോദ്യം: ഇഫ് ഇറ്റ് ഈസ് ഫോർ വെയിൽസ്, വൈ നോട്ട് ഫോർ ദ ഹോൾ വേൾഡ്? വെയിൽസിന് 10,000 ബൈബിൾ പ്രിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് മുഴുവൻ ബൈബിൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാ? അങ്ങനെ ചിന്തിച്ച് 1804 മാർച്ച് മാസം 7-ാം തീയതി ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്നുള്ള തലക്കെട്ടിൽ, ഇന്ന് അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമ്മളുടെ ചില ബൈബിളുകളുടെയൊക്കെ ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ലോകത്തിൽ തന്നെ ബൈബിൾ സൊസൈറ്റി തുടക്കം കുറിച്ചു. അതിനുശേഷം 1811 ഫെബ്രുവരി 21 കൽക്കട്ടയിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ 154 ബൈബിൾ സൊസൈറ്റീസ് 200-ൽ പരം രാജ്യങ്ങളിലായിട്ട് ഇന്ന് ലോകത്തിൽ മുഴുവൻ പടർന്ന് വ്യാപിച്ച് അതിന്റെ ശുശ്രൂഷകൾ ചെയ്യുക. 1811 ഫെബ്രുവരി 21 കൽക്കട്ടയിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടക്കം കുറിച്ചു. അതിന് ശേഷം 1956 ജൂൺ മാസം 30-ാം തീയതി കേരള സ്റ്റേറ്റ് ഫോം ആയ അതേ വർഷത്തില് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറി രൂപം കൊണ്ട് ഇന്ന് 69 വർഷം പിന്നിട്ട് 70-ാമത്തെ വർഷത്തിൽ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുകയാണ്. അപ്പൊ പിൻപോട്ട് നോക്കുമ്പം UBS യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി തുടങ്ങി 213 വർഷവും, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി തുടങ്ങി 221 വർഷവും, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടങ്ങി 213 വർഷവും, കേരള ഓക്സിലറി തുടങ്ങി 70 വർഷവും ഇന്ന് പിന്നിടുമ്പം ചരിത്രം പരിശോധിക്കുമ്പം ദൈവത്തിന്റെ വചനം ഇന്ന് അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ബൈബിൾ സൊസൈറ്റി ഈ ലോകത്തിൽ സമാരംഭം കുറിച്ചപ്പം കേവലം 70 ഭാഷകളിലേക്ക് മാത്രമായിരുന്നു ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 70-ൽ നിന്ന് 3666 ഭാഷകളിലേക്ക് ദൈവത്തിന്റെ വചനം ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഹൃദയഭാഷയിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് ദൈവത്തിന്റെ വലിയൊരു ശുശ്രൂഷയാണ്. ഇന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയിലെ 180 ഭാഷകളിലെ ട്രാൻസ്ലേഷൻ പൂർത്തീകരിച്ചു. ഇന്ന് 117 ഭാഷകളിലെ ട്രാൻസ്ലേഷൻ ഷില്ലോങ്ങില് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കേരള ഓക്സിലറിയിൽ തന്നെ 4 ട്രാൻസ്ലേഷൻ പ്രോജക്റ്റുകൾ ഇന്ന് നടക്കുന്നു. ഇതൊക്കെയും നമ്മളുടെ ഒരുമിച്ചുള്ള സുവിശേഷ വേലയിലൂടെയാണ് നടക്കുന്നത് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മളുടെ സുവിശേഷ ദൗത്യത്തിന്റെ പ്രോഗ്രസ് നോക്കുമ്പം ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ പറഞ്ഞു, ബൈബിൾ വിതരണത്തില് ഈ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് ബ്രസീൽ എന്ന് പറയുന്ന മഹാരാജ്യമായിരുന്നു കഴിഞ്ഞ വർഷവും. ഈ വർഷവും 1-ാം സ്ഥാനത്ത് ബ്രസീൽ തന്നെയാണ്. അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ പറഞ്ഞോന്ന് അറിയുകയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ദൈവത്തിന്റെ വചനം വാങ്ങിക്കാനും വായിക്കാനും ഒത്തിരിയധികം തുടങ്ങി. അതാണ് ബൈബിൾ വിതരണത്തിൽ അവർ മുൻപന്തിയിലായത്. ഈ വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പം കഴിഞ്ഞ വർഷം 3.21 മില്യൺസ് ബൈബിളാണ് ബ്രസീൽ വിതരണം ചെയ്തതെങ്കിൽ ഈ വർഷമായപ്പം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള റീസെന്റ് റിപ്പോർട്ട് അനുസരിച്ച് 2024 ബൈബിൾ വിതരണത്തിൽ 4.19 മില്യൺ ബൈബിളാണ് ബ്രസീലിൽ വിതരണം ചെയ്തത്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഈ ചലഞ്ചസിന്റെ ഒക്കെ മധ്യത്തിലും 1.79 മില്യൺസ് ബൈബിള് വിതരണം ചെയ്ത് ഇന്ത്യ മഹാരാജ്യം നമ്മൾ 2-ാം സ്ഥാനത്ത് ഈ വർഷവും തുടരുന്നു. അതിൽ ദൈവത്തിന് നന്ദി പറയാനായിട്ട് വകയുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിന്റെ കണ്ണികളാണ്. ഈ കുന്നംകുളം ബ്രാഞ്ചും ഇതിന്റെ ഓരോ ഇൻഡിവിജ്വലും അതിന്റെ കണ്ണികളാണ്. ഇന്ത്യ മഹാരാജ്യം 1.79 മില്യൺസ് ബൈബിള് വിതരണം ചെയ്യാൻ ഇടയായി. അതിനുശേഷം ചൈനയായിരുന്നു കഴിഞ്ഞ വർഷവും 3-ാം സ്ഥാനത്ത്. അതേ സ്ഥാനം ചൈന തുടരുന്നു. ചൈനയിൽ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും 3-ാം സ്ഥാനത്ത് ഈ ലോകത്തിൽ മറ്റനേകം ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും USA, നൈജീരിയ ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ചൈന 3-ാം സ്ഥാനത്ത് തുടരുകയാണ് വെല്ലുവിളികളുടെ മധ്യത്തിൽ. ഇതൊക്കെ നമുക്ക് കാണിച്ചു നൽകുന്നത് പിന്നീടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 1.15 നൈജീരിയ, ഫിലിപ്പീൻസ് 0.97, USA 0.95. അങ്ങനെയാണ് ആ ബൈബിൾ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ.
അപ്പം ഞാനിത് പറയാനായിട്ട് ആഗ്രഹിച്ചത് ചൈനയെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ചൈനയിലെ പാർട്ണർഷിപ്പ് ഡയറക്ടറുമായിട്ട് ഒരു 4 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സെഷൻ കേൾക്കാനായിട്ട് ഓക്സിലറി സെക്രട്ടറിമാർക്ക് ഇടയായപ്പം അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഇരിക്കാം. ചൈനയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ വേദപുസ്തകത്തിന് നേരിട്ട ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്ന മഹാരാജ്യം. നമുക്ക് ചരിത്രം പരിശോധിക്കുന്ന അവസരത്തിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചൈനയിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടു. ചൈനയിൽ ഒരു ഇരുണ്ട ഭൂഖണ്ഡമായിട്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 1966 മുതൽ 76 വരെയുള്ള കാലഘട്ടങ്ങൾ. ആ കാലഘട്ടങ്ങളിൽ ബൈബിൾ വാങ്ങിക്കാനോ വായിക്കാനോ ആരാധിക്കാനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആരാധന ആലയങ്ങളൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തു. നമ്മുടെയൊക്കെ കോവിഡ് കാലഘട്ടം പോലെ എന്ന് വേണേൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അങ്ങനെ മുൻപോട്ട് പോയി 1976 പുതിയൊരു ഗവൺമെന്റിന്റെ ഷിഫ്റ്റിംഗ് വന്നപ്പം ആ നയങ്ങൾക്ക് അല്പം ഡൈലൂട്ടായി. വചനം വാങ്ങിക്കാനും വായിക്കാനും ഒക്കെയുള്ള ചെറിയ ഫ്രീഡം ആളുകൾക്ക് ലഭിച്ചു. അങ്ങനെ മുൻപോട്ട് പോയി 1979 ആയപ്പോഴത്തേക്കും ചൈനയിലെ ഒരു ഹ്യൂജ് ഡിമാൻഡ് ബൈബിളിന് വന്നു. ആരാധനാലയങ്ങൾ തുറന്നു കൊടുത്തപ്പം അവിടെ ബൈബിൾ ആവശ്യമായി. ആ അവസരത്തിൽ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി, ഞാൻ ആദ്യം പറഞ്ഞ ബൈബിൾ സൊസൈറ്റിയുടെ പേരന്റൽ ഓർഗനൈസേഷനാണ് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി. ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ചൈനയിലെ ചർച്ചസും ചൈനയിലെ സഭാ നേതാക്കന്മാരും എല്ലാം കൂടെ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് ബൈബിൾ ആവശ്യമാണ്. അങ്ങനെ ആ റിക്വസ്റ്റ് അതിൻ്റെ ചർച്ച ഡിസ്കഷൻസ് ഒക്കെ മുൻപോട്ട് പോയി. അതിൽ ഗവൺമെന്റും കൂടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് വന്നു. ചൈനയിലെ ക്രിസ്ത്യൻസിന് ബൈബിൾ വേണം. അങ്ങനെ ചർച്ചകൾ പുരോഗമിച്ച് 1985 ചൈന ഗവൺമെന്റും ചൈനയിലെ ചർച്ചസും ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി, യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റിയും കൂടി ഒരു MOU സൈൻ ചെയ്തു, മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ്. അതനുസരിച്ച് യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റി, നമ്മുടെ പേരന്റൽ ഓർഗനൈസേഷൻ, ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ അവർ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. മുതൽ മുടക്കുകൾ, ഇനിഷ്യൽ മുതൽ മുടക്കൊക്കെ. കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ചൈനയ്ക്ക് ആവശ്യമായുള്ള ബൈബിളുകൾ പ്രിന്റ് ചെയ്യാൻ ചൈനയിൽ തന്നെ ഒരു പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുക. അങ്ങനെ ആ ഒരു MOU സൈൻ ചെയ്തതിന്റെ ഫലമായിട്ട് 1987 ഒക്ടോബർ മാസം 14-ാം തീയതി ചൈനയിൽ നാങ്ചിങ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത് ചൈനയിൽ പ്രിന്റ് ചെയ്ത ബൈബിളിന്റെ ഒരു കോപ്പിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇവിടെ അനേകം ചൈനയിൽ പ്രിന്റ് ചെയ്ത ബൈബിളുകൾ പുറകിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം നാങ്ചിങ് എന്ന് പറയുന്ന സ്ഥലത്ത് അമിറ്റി പ്രിന്റിംഗ് പ്രസ് എന്നും പറഞ്ഞൊരു പ്രിന്റിംഗ് പ്രസ് ബൈബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്തു. 1987 ഒക്ടോബർ 14-നാണ് ആദ്യത്തെ ബൈബിൾ ആ പ്രസ്സിൽ നിന്ന് റോൾ ഡൗൺ ചെയ്തു. ഇന്ന് ഞാനിത് പറയാൻ ആഗ്രഹിച്ചത്, ഇന്ന് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അനേക ബൈബിൾ പ്രിന്റിംഗ് പ്രസ് ഉള്ളതിൽ ലോകത്തിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1-ാം തരം പ്രിന്റിംഗ് പ്രസ്സായിട്ട് ചൈനയിലെ പ്രസ് തുടരുകയാണ്. അനേകം മില്യൺ ബൈബിൾ അവിടുന്ന് പ്രിന്റ് ചെയ്ത് അനേക രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുക. നമ്മുടെ രാജ്യത്തേക്ക് കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ അനേക കണ്ടെയ്നർ ബൈബിള് ചൈനയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, മലയാളം, ഇംഗ്ലീഷ്, ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ബൈബിളുകൾ. അപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ്. ബൈബിൾ ഒരു സമയത്ത് ചുട്ടരിച്ച രാജ്യത്ത് അവിടുന്ന് ബൈബിൾ പ്രിന്റ് ചെയ്ത് അനേകം രാജ്യത്തിലേക്ക് സുവിശേഷവുമായിട്ട് എത്തിക്കുന്ന വലിയ ശുശ്രൂഷ. ഇന്നും ചൈനയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാലും ഈ അന്നത്തെ MOUവിന്റെ പ്രകാരം ഇന്നും പ്രിന്റിംഗ് അവിടെ തുടർന്നിരിക്കുക. ബൈബിൾ സൊസൈറ്റിക്ക് അവിടെ ഒരു ഓഫീസ് ഇടാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസ് സിംഗപ്പൂരിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ചൈന പാർട്ണർഷിപ്പ് എന്ന പേരിലാണ് അതിൻ്റെ സിംഗപ്പൂർ ഓഫീസ് ഇട്ട് പ്രവർത്തിക്കുന്ന ബൈബിൾ സൊസൈറ്റിക്ക് പേര് പറയുന്നത്. കാരണം അതിൻ്റെ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനിൽ ബൈബിളുകളോ ഓഡിയോ ബൈബിൾസോ ഒന്നും ഇപ്പോഴും അവിടെ ഇല്ല. എന്നാൽ ഈ ചലഞ്ചസിന്റെയൊക്കെ മധ്യത്തിലും ചൈന ബൈബിൾ വിതരണത്തിൽ 3-ാം സ്ഥാനത്ത് നിന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പം, പ്രിയമുള്ള ദൈവമക്കളെ, ഈ വചനത്തിന് നമ്മളെയും നമ്മുടെ തലമുറകളെയും കുഞ്ഞുങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഈ ദൈവത്തിന്റെ വചനം ഉരുവിട്ട് അനേകരെ സൗഖ്യം പ്രാപിച്ച കഥകൾ നമുക്കറിയാം. എന്നെയും ഉപരി സീനിയേഴ്സ് ആയിട്ടുള്ള അനേക ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് 91-ാം സങ്കീർത്തനം കിടക്കയിൽ കിടന്നുകൊണ്ട് ഉരുവിട്ട് രോഗത്തിന്, മാറാരോഗങ്ങൾക്ക് സൗഖ്യമായ അനേക ആളുകൾ. അതുകൊണ്ട് ഈ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. വചനം ഇത് വായിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനം. അതുകൊണ്ട് ഈ വചനത്തിന്റെ വ്യാപ്തിയിലാണ് കുന്നംകുളം ബ്രാഞ്ചിന്റെ ലേബലിൽ നമ്മൾ ഒരുമിച്ച് കണ്ണികളായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷയ്ക്ക് വേലയ്ക്ക് വേണ്ടി ഇന്ന് നിങ്ങളുടെ സമയം കളഞ്ഞിരുന്ന് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ വചനം അനേകർക്ക് എത്താനുള്ള ഒരു മുഖാന്തരമായിട്ട് തീരുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, സംഭാവനകൾ, നേതൃത്വം എല്ലാം അപ്രകാരമായിട്ട് മാറും. അതിനൊരു സംശയവുമില്ല. ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളുടെ സംഭാവനകൾ ഇതുവരെയും വചനം എത്താത്തവർക്ക് ഇതുപോലുള്ളൊരു വചനമായിട്ട് എത്തുക. അനേക ചർച്ചസ് ഉണ്ട്, അനേക മിഷണറി പ്രവർത്തനങ്ങളുണ്ട്.
എന്നാൽ വചനം ഡയറക്റ്റ് ഇതുവരെയും എത്താത്തവർക്ക് എത്തുന്ന സുവിശേഷ വേലയിലാണ് ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുമ്പോൾ നമ്മൾ പങ്കുകാരാകുന്നത്. കാരണം നമുക്ക് 100-ൽ പരം വെറൈറ്റീസിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ ബൈബിളുകൾ ഇന്നുണ്ട്. എന്നാൽ ഒരു വെറൈറ്റിയിൽ പോലും ഒരു ബൈബിൾ പോലും ഇല്ലാതെ, ഒരു സുവിശേഷ പ്രതി പോലും ഇല്ലാതെ അനേക ആയിരങ്ങൾ ഇന്നും ഈ ലോകത്തിന്റെ കോണുകളിലുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇനിയും അനേക ഭാഷകളിലേക്ക് ബൈബിൾ റീച്ച് ചെയ്യണം. ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ വരുമാനത്തിന്റെ 80% നമ്മൾ വകയിരുത്തുന്നത്, മറ്റു കാര്യങ്ങൾക്കൊന്നുമല്ല. കൂടുതൽ വിൽക്കുമ്പോൾ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു ഏജൻസിയാണ് ബൈബിൾ സൊസൈറ്റി. കാരണം ബൈബിളിന്റെ പ്രൈസിങ് അപ്രകാരമാണ്. പകുതിയിലധികം ഡിസ്കൗണ്ട് ഇട്ടാണ് മിഷണറി എഡീഷൻ ബൈബിള് നമ്മൾ വിൽക്കുന്നത്. അങ്ങനെ വരുമ്പം ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്നത് തന്നെ മിഷണറി എഡീഷൻ ബൈബിളാണ്. കൂടുതൽ വിൽക്കുമ്പോൾ കൂടുതൽ നമ്മൾ തുക കണ്ടെത്തണം. അത് നികത്തുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന്റെ പ്രതിഫലം ദൈവമാണ് നമുക്ക് നൽകുന്നത്, ഈ ലോകത്തിലെ ആരുമല്ല. അതുകൊണ്ട് തലമുറകളൊക്കെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരും. ഈ വർഷവും ഈ 52 വർഷം പൂർത്തീകരിച്ച ഈ ബ്രാഞ്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം ഈ ബ്രാഞ്ചിന്റെ ലേബലിൽ മറ്റൊരു ബ്രാഞ്ചും കൂടെ ഉടലെടുക്കുവാനും അനേക ഇടങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുന്ന ഈ വേലയുടെ കണ്ണികളാകുവാനും നമുക്ക് ശ്രമിക്കാം. ആവർത്തന പുസ്തകത്തിന്റെ ആ വാക്യം കൂടെ പറഞ്ഞ് സമയം മുൻപോട്ട് പോയെന്ന് എനിക്കറിയാം. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കട്ടെ. നാം 30-ാമത്തെ അധ്യായം വായിച്ചു. അതിനു മുമ്പ് ആവർത്തനം 6, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു വന്നിട്ടിപ്പോൾ ഉള്ള വാക്യമാണ്. എന്നാൽ സന്ദർഭോചിതമായിട്ട് ആ വാക്യം വായിച്ചപ്പോൾ ആവർത്തനം കണ്ടപ്പം എനിക്കതിനെക്കുറിച്ച് പറയണമെന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. ആവർത്തനം 6-ൽ പറയുന്നുണ്ട്, ത്രിയേക ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അതിനുശേഷം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങളെല്ലാം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. ഇത് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നാണ് തുടക്കം കുറിക്കേണ്ടത്. അതിനുശേഷം 11-ന്റെ ആവർത്തനം 11-ന്റെ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 25 മുതൽ 27 വരെ വായിക്കുമ്പോൾ 2 ഓപ്ഷൻസ് നൽകിയിരിക്കുക. ഈ വചനം അനുസരിച്ചാൽ അനുഗ്രഹവും അതല്ലെങ്കിൽ ശാപവും വരും. അതിന്റെ എക്സ്പ്ലനേഷൻ 28-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വചനം അനുസരിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ നീണ്ട ലിസ്റ്റ് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും, നിന്റെ കൃഷിഫലം, ഗർഭഫലം, കന്നുകാലികളുടെ പിറപ്പ്, ഇങ്ങനെ നിന്നെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒറ്റ കണ്ടീഷൻ, 14-ാമത്തെ വാക്യം, ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ 1-ാം പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗം. അതുകൊണ്ട് അതും കൂടെ ഊന്നി പറയുക. ഈ അനുഗ്രഹവും ശാപവും എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. നമ്മൾ ശ്രവിച്ച, നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഈ വേദപുസ്തകം വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ നമ്മൾ ഫെയിലിയർ ആയി പോയാൽ അവരെ നമുക്ക് നഷ്ടമാകും. അതിനൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ. ബൈബിൾ സൊസൈറ്റി 70 വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ, കേരള ഓക്സിലറി നമ്മൾ ഒരുമിച്ച് 70 വർഷം പൂർത്തീകരിക്കുമ്പം 10 കർമ്മ പരിപാടികൾ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന വാർഷിക റിപ്പോർട്ടിന്റെ അവസാനത്തെ പേജിൽ ഓക്സിലറിയുടെ ആനുവൽ മീറ്റിംഗിൽ മെത്രാപ്പോലിത്ത തിരുമേനി ഡിക്ലെയർ ചെയ്ത 10 കർമ്മ പരിപാടികൾ, അതിലെ പല പരിപാടികളും നമ്മൾ ബ്രാഞ്ചായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 7-ാമത്തെ പോയിന്റും കൂടെ ഊന്നി പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുക. 7-ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ ബ്രാഞ്ചിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാൻ പറ്റും. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ബൈബിൾ പഠന കളരികൾ ഈ 70-ാമത്തെ വർഷത്തിൽ നമ്മൾ ബ്രാഞ്ചുകളിലൂടെയും അതുപോലെ സ്ഥാപനങ്ങളിലൂടെയും ഉറപ്പുവരുത്തുക. ബൈബിൾ പഠന കളരികൾ, ബൈബിൾ പഠിക്കാനായിട്ടുള്ള ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകൾ നമ്മൾ ക്രമീകരിക്കുക, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. അതിനുള്ള സാധ്യത ഇന്ന് യൂത്ത്സിന് വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഇതവിടെ ആ പ്രോജക്റ്റ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. 2-ാമത് പറയുന്ന 7-ാമത്തെ പോയിന്റിന്റെ ഡിവിഷനിൽ തന്നെ പറയുക, 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കുക. വെളിപ്പാട് പുസ്തകം 1-3 നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഈ വചനം വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നതിനും പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനാ. അപ്പം 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കുക പൂർണ്ണമായിട്ട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ച് തീർക്കുവാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വായനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു തീരുമാനം എടുക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒരു ആന്റി പറയാറുണ്ട്, എൻ്റെ ഒരു ജന്മദിനം ആഘോഷം മുതൽ അടുത്ത ജന്മദിനത്തിന്റെ ഡേറ്റ് കൊണ്ട് 1 പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ വായിച്ചു തീർക്കും. അങ്ങനെ അനേക പ്രാവശ്യമായിട്ട് ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ടെന്ന് ആന്റി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ചെന്നപ്പോൾ അവിടെ ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ 45 പ്രാവശ്യം ഈ ബൈബിള്, ഞാൻ ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം ആശംസ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞു, 45 പ്രാവശ്യം ഞാൻ ഈ ബൈബിള് വായിച്ച് തീർത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാധ്യത, വചനം വായിക്കുമ്പം അതിന്റെ അനുഗ്രഹം ദൈവം നമുക്ക് കുടുംബത്തിന് നൽകും. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വായിച്ചാൽ മതി. അതിന് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാനായിട്ട് പറ്റും.
അതുകൊണ്ടൊരു തീരുമാനമെടുക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾ എത്ര പേരെ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും കൈ പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കുന്നംകുളത്തിന് പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രം കൈ പൊങ്ങും. പക്ഷെ യൂഷ്വലി ചർച്ചസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും കൈ പൊക്കത്തില്ല. കാരണം ഒരു പ്രാവശ്യമെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് വായിച്ച ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. ഞാൻ ഈ ആനുവൽ മീറ്റിംഗ് മുതൽ അടുത്ത ആനുവൽ മീറ്റിംഗ് വരെ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തിരിക്കും. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഈ കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. അത് എഴുതി ചേർത്തു. ബൈബിൾ വായിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ എഴുതുന്ന അനേക ആളുകളുണ്ട്. ഹാൻഡ് റിട്ടൺ ബൈബിൾ സൊസൈറ്റി ഒരാൾ എഴുതിയത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ എഴുതി തീർക്കാനുള്ള ശ്രമം നടത്തുക. ബൈബിൾ എഴുതുന്നത് വലിയ കാര്യമാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഓർത്തഡോക്സ് സഭയിലാണെന്ന് തോന്നുന്നു ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് ബൈബിള്, കോട്ടയത്ത് പേപ്പർ ന്യൂസിൽ ഞാൻ കണ്ടു, ബൈബിള് എഴുതി തീർക്കുന്ന ഒരു ദൗത്യം. അപ്പം ഞാനങ്ങനെ കൂട്ടത്തിന്റെ എഴുത്തൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ശ്രമം നടത്തുക. സമയം ഉള്ള ആളുകൾ ഒത്തിരി, സമയം ഇല്ലാത്തവർക്കും ചെയ്യാം. രാത്രിയൊക്കെ ഇരുന്ന് ബൈബിൾ എഴുതാം. അനേക ആളുകൾ ഇന്ന് ബൈബിൾ എഴുതാറുണ്ട്. ബൈബിൾ എഴുതുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കുറച്ചും കൂടെ ആ ദൈവത്തിന്റെ വചനം സ്പർശിക്കുക, ആഹ്വാനം ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ. ഇനി ഒരു വർഷം കൊണ്ട് പറ്റിയില്ലെങ്കിൽ 2-3 വർഷം കൊണ്ട് എന്തെങ്കിലും എഴുതി തീർക്കാൻ പറ്റിയ അതൊരു അനുഗ്രഹമാണ്. എഴുതി തീർക്കുക. ഹാൻഡ് റിട്ടൺ ബൈബിള് ശ്രവിച്ചു തീർക്കുക. ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഓഡിയോ ബൈബിളുണ്ട്. വായിക്കാൻ പറ്റാത്തവർക്ക്, കണ്ണു കാഴ്ചയില്ലാത്തവർക്കൊക്കെ ഓഡിയോ ബൈബിൾ സൊസൈറ്റിക്ക് ബ്രെയിലി ബൈബിളുണ്ട്, സൈൻ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അപ്പം ഓഡിയോ ബൈബിൾ നമുക്ക് ലഭ്യമാണ്. 600 രൂപ കൊടുത്താൽ നമ്മുടെ ഹോം അഡ്രസ്സിൽ ബൈബിൾ സൊസൈറ്റിയുടെ സെൻട്രൽ ഓഫീസിൽ നിന്ന് നമുക്ക് അയച്ചു കിട്ടും. കാഴ്ചയില്ലാത്തവർക്ക് 2500 രൂപ വരെയുള്ള ബൈബിൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും, ഞാൻ എളംകുളത്താണെന്ന് തോന്നുന്നു ഒരു പള്ളിയിൽ നമ്മുടെ ഒരു ഓക്സിലറി കമ്മിറ്റി അംഗം മിനു മാത്യു സാർ ഒരു കാഴ്ചയില്ലാത്ത ഒരു അമ്മച്ചിക്ക് ഒരു ഓഡിയോ ബൈബിൾ ഫ്രീ ആയിട്ട് ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് കൊടുത്തപ്പം അവർ പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട്. 18 പ്രാവശ്യം ഈ ബൈബിൾ, ഓഡിയോ ബൈബിള് കേട്ട് ശ്രവിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ പുതിയ ബൈബിൾ വാങ്ങിയത്. അപ്പം നമുക്ക് കേട്ട് തീർക്കാനുമായിട്ടുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവവചനം ഏതു വിധേനയും നമ്മുടെ ഉള്ളിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കും അങ്ങനെ തലമുറകളും വളരപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് ഇത് ദൈവം പ്രതിഫലം തരുന്ന ശുശ്രൂഷയാണ്. ദൈവം കുന്നംകുളം ബ്രാഞ്ചിലെ എല്ലാ സഭകളെയും, എല്ലാ വൈദികരെയും, പാസ്റ്റേഴ്സിനെയും, ദൈവമക്കളെയും, ഈ ബ്രാഞ്ചിന്റെ പ്രവർത്തകരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.